പ്രിയമുള്ളവരെ, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് കേരള മാക് ഈ സംഘടന ആരംഭിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മിമിക്രി താരങ്ങൾക്ക് ക്ഷേമനിധി സ്വരൂപിക്കുവാനായിട്ട് ഇവിടെ നടത്തുന്ന ഷോ സിദ്ദിഖ് ലാലും 41 മിമിക്രിക്കാരും ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഷോയുമായി സഹകരിച്ച എല്ലാ മിമിക്രി താരങ്ങൾക്കും സാങ്കേതിക വിദഗ്ധർക്കും വിശിഷ്ട അതിഥികൾക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി സിദ്ദിഖ് ലാലിനെ കുറിച്ചൊരു വാക്ക്. കൊച്ചിൻ കലാഭവൻ്റെ മിമിക്സ് പരേഡ് വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി സംവിധായകനായും നടനായും നിർമ്മാതാവുമായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സിദ്ദിഖിനെയും ലാലിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിദ്ദിഖ് ആൻഡ് ലാൽ. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ ചിരിയുടെ അംബാസിഡർമാരായ സിദ്ദിഖും ലാലും ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി ലോക ചിരിയുടെ തന്നെ അംബാസിഡറായ ചാർലി ചാപ്ലിനെ ഈ മൈക്ക് ഞാൻ സിദ്ദിഖും ലാലിനും കൈമാറുവാനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ശശിധരൻ മട്ടന്നൂർ. പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്കെല്ലാവർക്കും മാക് അവതരിപ്പിക്കുന്ന കലാസംഗമത്തിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ കലാസംഗമത്തിൽ പങ്കെടുക്കുവാനായിട്ട് നിരവധി കലാപ്രതിഭകൾ നമ്മുടെ സ്റ്റേജിൻ്റെ പിറകിൽ നിൽപ്പുണ്ട്. അവരെ എല്ലാം ഞാൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യമായിട്ട് ഈ വേദിയിലെത്തുന്ന കലാപ്രതിഭ ശ്രീ കോട്ടയം രാജു. ഹലോ, നമസ്കാരം. ആരാ? ഞാൻ കോട്ടയം രാജു. ഒരാളെ ഞാൻ വിളിച്ചോളൂ. അതിന്റെ കൂടെ വന്നാണ്. ശരി, ഇതാരാ? കൂടെ വന്ന ഇയാള് പറഞ്ഞേ. അതെ അതെ, ആരാ മനസ്സിലായില്ല? ഞങ്ങൾ രണ്ടുപേരും ഈ പരിപാടി അവതരിപ്പിക്കാൻ ഇവിടെ വന്നതാണ്. എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. മാക്ക് അവതരിപ്പിക്കുന്ന കലാസംഗമമാണ്. മനസ്സിലായി. എന്തൊക്കെയാണ് പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മാക്ക് അസോസിയേഷനെ പറ്റി ഒരു പാരഡി എഴുതിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 3 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന മാക്ക് അസോസിയേഷൻ എന്താന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് ഒരു പാരഡി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിയാണ് പാട്ട്? അല്ലല്ല, പിന്നെ എന്റെ കൂട്ടുകാരൻ എബി എഴുതിയതാ. എന്നിട്ട് എബി പാടത്തില്ലേ? ഇല്ല, എബി ഓടത്തേ ഉള്ളൂ പാട്ട് കഴിഞ്ഞ്. സാധാരണ പാടാം. അത് ശരി. അതെ, ഓക്കെ. കേരള നാട്ടില് കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന, കോമഡി താരങ്ങൾ എത്തിച്ചെന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന, കോമഡി താരങ്ങൾ എത്തിച്ചെന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന, ഇത് മിമിക്രിക്കാരുടെ സംഘടന. നാട്ടിലെ ചാനലിൽ ഏതെടുത്താലും നാട്ടുകാർക്ക് ഇഷ്ടം മിമിക്രി തന്നെ. നാട്ടിലെ ചാനലിൽ ഏതെടുത്താലും നാട്ടുകാർക്ക് ഇഷ്ടം മിമിക്രി തന്നെ. കണ്ണീര് തൂകുന്ന സീരിയൽ മാറ്റി കേട്ട് രസിക്കുന്ന കോമഡികൾ, കണ്ണീര് തൂകുന്ന സീരിയൽ മാറ്റി കേട്ട് രസിക്കുന്ന കോമഡികൾ. കേരള നാട്ടില് കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന, കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന. ആരുടെ മുമ്പിലും കുമ്പിടാതെ ഇവർ നാട്ടിലെ തിന്മകൾ ചോദ്യം ചെയ്യും. ആരുടെ മുമ്പിലും കുമ്പിടാതെ ഇവർ നാട്ടിലെ തിന്മകൾ ചോദ്യം ചെയ്യും. ആക്ഷേപഹാസ്യങ്ങൾ കോമഡിയാക്കി പാരഡി ഗാനം ഒരുക്കിടുന്നു. ആക്ഷേപഹാസ്യങ്ങൾ കോമഡിയാക്കി പാരഡി ഗാനം ഒരുക്കിടുന്നു. കേരള നാട്ടിലെ കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന, കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന.
സൂപ്പർ സ്റ്റാർ താരങ്ങൾ ആരെല്ലാം വന്നാലും കൂട്ടത്തിൽ കോമഡി താരം വേണം. മലയാള സിനിമയ്ക്ക് മാറ്റുകൂട്ടാനായി സിദ്ദിഖ് ലാൽ തിരിച്ച കയറാം. ഹരിശ്രീ അശോകൻ സലീം മച്ചാനും സൂരാജ് സൂപ്പർ മിമിക്രിക്കാരാ. ഹരിശ്രീ അശോകൻ സലീം മച്ചാനും സൂരാജ് സൂപ്പർ മിമിക്രിക്കാരാ. കേരള നാട്ടിലെ കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന. കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരില സംഘടന. ുള്ളൊരു അച്ചായനും വേണം കോമഡി കാട്ടുന്ന കൂട്ടുകാരെ. ഗൾഫിൽ ചെന്നാലും ആഘോഷം വന്നാലും മിമിക്രിക്കാരെ വിളിച്ചിടുന്നു. മലയാളി എവിടുണ്ടോ അവിടെല്ലാം വേണം മിമിക്രിക്കാരുടെ കോമഡികൾ. മലയാളി എവിടുണ്ടോ അവിടെല്ലാം വേണം മിമിക്രിക്കാരുടെ കോമഡികൾ. കേരള നാട്ടിലെ കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന. കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരില സംഘടന. കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന. മാക്കുന്ന പേരിൽ ഈ സംഘടന. അത് മാക്കുന്ന പേരിൽ ഈ സംഘടന. മാക്കുന്ന പേരിൽ ഈ സംഘടന. കൊള്ളാം, കലക്കി. താങ്ക് യു. എന്റെ രാജു, നമ്മുടെ ഈ സംഘത്തിൽ നല്ല പാട്ട് മാത്രം പോരാ, പിന്നെ അല്പം സ്കിറ്റ് ഒക്കെ വേണം. എന്തിനും വളിപ്പ് തമാശ. പിന്നെ തമാശയൊക്കെ ഉണ്ടല്ലോ. മിമിക്രി കാണിക്കൂ. പിന്നെ മിമിക്രി കാണിക്കും. അടുത്ത നമ്മുടെ സാധാരണ ന്യൂസ് ചാനൽ ഉണ്ടല്ലോ, 24 മണിക്കൂർ എന്തോ വിഷൻ ചാനലൊക്കെ ഇങ്ങനെ ന്യൂസ് ചാനൽ ഉണ്ടല്ലോ. അപ്പൊ ഈ ന്യൂസ് ചാനലിൽ ഒരു തത്സമയ സംപ്രേഷണം ഞാനിവിടെ കാണിക്കുക. നമസ്കാരം, 24 മണിക്കൂറും വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ വിഷൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് എറണാകുളം തൃപ്പൂണിത്തുറയിൽ മാക് അസോസിയേഷന്റെ 1ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖും ലാലും അതുപോലെ തന്നെ KS പ്രസാദും അതുപോലെ മിമിക്രിക്കാരുടെ ഒരുപാട് അംഗങ്ങൾ അവിടെയുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ പിഷാരടി അവിടെയുണ്ട്. നമുക്കൊന്ന് കടന്നേല. ഹലോ മിസ്റ്റർ പിഷാരടി. ഹലോ മിസ്റ്റർ പിഷാരടി, ഇപ്പൊ എവിടെയുണ്ട്? ഇവിടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് നിൽക്കുക. അവിടെ എങ്ങനെ പോകുന്നു? അസോസിയേഷൻ ചടങ്ങുകളൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ അസോസിയേഷൻ ചടങ്ങുകളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഏകദേശം 41 പറഞ്ഞെങ്കിൽ 410ഓളം മിമിക്രിക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. പരിപാടികൾ കൂടുന്നില്ലെങ്കിലും അനീഷ് കുറിയന്നൂറിനും രാജസാഹിബിനും ഒക്കെ തടി നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അതെ, അവര് ഒരു 100 കിലോ മാത്രം കനമുള്ള മിമിക്രിക്കാരുടെ പ്രത്യേകം വേറൊരു സംഘടന ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അതെ, അവരുടെ സംഘടന വേറെ പേരിൽ അറിയപ്പെടുന്നതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ പിഷാരടി, ഈ മാക്ക് എന്ന് പറയുന്നത് മര്യാദക്കാണെങ്കിൽ അവനവന് കൊള്ളാമെന്നാണോ അതിന്റെ ഫുൾ ഫോം? എന്നുകൊണ്ട് അത് ഈ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏതായാലും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് വേണ്ടി ഈ മാക്കുന്ന സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവും എന്ന് വേണ്ട എങ്ങനെ നോക്കിയാലും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഈ പ്രദേശത്തെ ഏറ്റവും ശക്തനായ ധീരനായ വീരനായ കർമ്മധീരനായ, വാക്കുകൾ എനിക്ക് എത്ര പറഞ്ഞിട്ടും കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ധീരനായ അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹം നിങ്ങളോട് എന്തായാലും ഒരു മൈക്ക് കൊടുത്താൽ ചുരുങ്ങിയത് ഒരു 100 വാക്കെങ്കിലും അദ്ദേഹം പറഞ്ഞിരിക്കും. കൊടുക്കാം. നമ്മുടെ പ്രിയങ്കരനായ പ്രസാദേടൻ ഇവിടെ ഉണ്ട്. പ്രസാദേടൻ മൈക്ക് കൈമാറുകയാണ്. അദ്ദേഹം 2 വാക്ക് പറയും. അദ്ദേഹം എണീറ്റ് നിൽക്കുന്നില്ല. അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. ലൈവാണ് സാർ. ഈ വാർത്ത ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഹലോ മിസ്റ്റർ പ്രസാദ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? പ്രസാദ്, ഈ സംഘടനയെ കുറിച്ച് 2 വാക്ക് പറയുമോ? ഈ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് തിരിച്ചു വരാം. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു കളിയാണ് ഫുട്ബോൾ. ലോക ഫുട്ബോൾ റാങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 152. അവിടുന്ന് അങ്ങോട്ട് സ്ഥാനമില്ല. ആർക്കും എന്തും ചിന്തിക്കാം. എന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനൊരു ആഗ്രഹം തോന്നാം, ലോകകപ്പിലൊന്ന് കളിച്ചാലോ എന്ന്. കളിച്ചാൽ ഉറപ്പാ കൂട്ടം വരണം. അങ്ങനത്തെ ഒരു എന്തെങ്കിലും സംഭവിക്കട്ടെ, നമ്മുടെ രാഷ്ട്രം നന്നാവട്ടെ. നാളെ ബ്രസീലുമായിട്ടാണ് മുട്ടുന്നത് ഇന്ത്യ. ഇന്ന് ഇന്ത്യൻ ക്യാമ്പിലേക്ക് ഒരു എത്തിനോട്ടം. ബൂട്ടിയാ, വിജയ, ആഞ്ചേരിയ, ആരാരും ഇങ്ങനെ വെറുക്കല്ലടാ. നിങ്ങളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റനായ എൻ്റെ സ്ഥിതി എന്താണ്? കോച്ചു എല്ലാവർക്കും താലിയന്ത്രം കുടുംബത്തിൽ കയ്യിലും കാലിലും പെരട്ടി കൊടുത്താട്ടെ. എനിക്ക് വലുവിൻ്റെ 4 ഗുളിയോ. അയ്യോ അയ്യോ. ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, ഞാൻ കരുതി ഇന്ത്യൻ ക്യാമ്പിൽ നായയെ കെട്ടിട്ടുണ്ടോന്ന്. അത് ശരി, നിന്റെ വീട്ടിലെ നായ ട്രൗസറും പഞ്ഞിട്ട് ഇട്ടാണ് കുറയ്ക്കുന്നത്. നായയെ ഞാനാ കുറച്ച്. നിങ്ങളാരാണ്? ക്യാപ്റ്റൻ. എന്തിന്റെ? ഇന്ത്യൻ്റെ. നിങ്ങൾക്ക് നല്ല സുഖമല്ല അല്ലേ? 2 കൊല്ലം ഷൈം പിടിച്ച് കിടക്കുന്നു. കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീൽ ചെയർ വെച്ച് ഉന്തിക്കൊണ്ടു നിൽക്കുന്നു. അല്ല, നിങ്ങളിങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മറ്റുള്ള കളിക്കാരുടെ സ്ഥിതി എന്താ? എന്നെ കാട്ടി മോശം. ഞാനാണ് അവരുടെ ഇടയിൽ ഏറ്റവും നിങ്ങൾ ബ്രസീലുമായി നാളെ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചതല്ല, തീരുമാനിപ്പിച്ചതാ. മനസ്സിലായില്ല. ടീമായിട്ടല്ല ഞങ്ങൾ മുട്ടുന്നത്, ചാവർപ്പട. മനസ്സിലായില്ല. കളി ചെയ്യുക, വീണു പോവുക, പാക്ക് ചെയ്യുക, കൊണ്ടുപോവുക. അത് ശരി.
ആരായി കിടന്നുറങ്ങുന്നത്? വൈസ് ക്യാപ്റ്റനാ. നാളത്തെ കളിക്കുള്ള റെസ്റ്റ് ആയിരിക്കും. നാളത്തെ കളിക്കുള്ള റെസ്റ്റ് ആയിരിക്കും. അല്ലല്ല, നാളെ ബ്രസീലിനോട് കളിക്കണേന്ന് പറഞ്ഞോടുകൂടി ബോധം കെട്ടു വീണു. ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പം ചോദിക്കും കളി കഴിഞ്ഞോ ഇല്ലാന്ന് പറയലും പിന്നെ അത് ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഈ വിദേശ കളിക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അവരുടെ ആ ഊർജ്ജസ്വലത, ആ ആരോഗ്യം, അതൊക്കെ ഭയങ്കര സംഭവമാണ്. നമ്മൾ ഇന്ത്യൻ കളിക്കാരെന്തെങ്കിലും മെലിഞ്ഞ് എങ്ങനെയാ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവുക? ഇറ്റലി, ഡെൻമാർക്ക്, ബ്രസീൽ ഈ രാഷ്ട്രങ്ങളോടൊക്കെ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞാൽ തരും 5 സ്റ്റാർ ഹോട്ടലുകൾ താമസിച്ചോളെ. ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ടാർപ്പായി കൊണ്ട് ടെന്റ് വെച്ച് കെട്ടിട്ട് അണ്ണാച്ചിയാളി ഇരിക്കുന്നതായിരുന്നോളെ. പിന്നെ എങ്ങനെ തടിക്കുക? അല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അത് തോറ്റു കഴിഞ്ഞാൽ പോകാൻ സുഖമായി. നിങ്ങൾ ഈ ലീഗിലാണോ തുടക്കം? എനിക്കങ്ങനെ രാഷ്ട്രീയമൊന്നും. ഞാൻ കോൺഗ്രസ് വിളിച്ചാലും കളിക്കൂ, ലീഗ് വിളിച്ചാലും കളി, മാർക്സ് പാർട്ടിക്ക് വേണ്ടി കളിക്കൂ. നമുക്ക് അങ്ങനത്തെ നിങ്ങൾ ഈ കളിയുടെ കുറെ നേരമല്ല ആളിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കണ്ടോ. എന്നെ പറ്റി എനിക്ക് മനസ്സിലായോ? ഞാനിതിപ്പം പിന്നെ വിദേശങ്ങളിൽ കളിക്കാൻ പോകുമ്പോൾ ഡൽഹിക്ക് ഒരു ഫോണാ, ഞാനുണ്ടോ എന്ന്. ഞാനുണ്ടോ എന്ന് പറഞ്ഞാൽ വിദേശ കളിക്കാർ പറയും ഞങ്ങളില്ല. അമ്മൊരു തകർപ്പ് കളിയായിരിക്കും. അമ്മൊരു ഫൗളുണ്ട്. 98, 97 ബെസ്റ്റ് പൗളറാ ഞാൻ. പുറത്ത് പറയണ്ട, ജയിലിലായി പോയി ഞാൻ. ഈ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ശാരീരികമായിട്ട് ഒരിക്കലും വിദേശ രാഷ്ട്രങ്ങളോട് നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല. കാരണം അവരുടെ തടിമുടുക്കാൻ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. അവർ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ വന്നാൽ കാലും ട്രൗസറും ഫിറ്റാ. കണ്ടില്ലേ? നമ്മളെ കളിക്കാരെ ട്രൗസർ ഇട്ട് കണ്ടില്ലേ? പഴയ ഗോതമ്പം പൊടിപ്പിക്കുന്ന മില്ലിലെ സഞ്ചി ആയിരുന്ന മാതിരി കാലം കിടന്ന ട്രൗസർ ആദ്യം ജീവിതത്തിൽ കാലും ട്രൗസറും കണ്ടിട്ടുണ്ടാവില്ല. ട്രൗസർ കാണാണ്ടായി കഴിഞ്ഞാൽ കാലിന് കത്തയക്കല. കണ്ടിട്ട് കുറെ കാലായിട്ടോ. അപ്പൊ നേരിട്ട് പൗളി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ പറയുക, ഒളിഞ്ഞു കല്ലെടുത്തൊരു തലക്ക്. പിന്നെ ഞാനുണ്ടോന്നല്ല ചോദ്യം, ഏറുണ്ടോ? പിന്നെ ഞാൻ ചോദിക്കട്ടെ വേറെ സംശയം. നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം പെലെയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വലിയ വലിയ ആള് വീട് ഇന്ത്യയിലെ പെലെ ഞാനാ. ഇന്ത്യയിലെ പെലെ? അതല്ല ഞാൻ ചോദിച്ചത്. എന്റെ കാര്യം പറയാം. ഇതൊരു ആഗോള സാമ്രാജ്യമല്ലേ. ഇന്ത്യയിലെ പെലെ ഞാൻ അവിടെ ഞാൻ മൂപ്പർക്ക് വിധിച്ചു കൊടുത്ത് ഇവിടെ ഞാനെടുത്ത് അങ്ങനെ പോവല്ലേ. ഞാൻ വേറെ ചോദിക്കട്ടെ, ഈ വിദേശ കളിക്കാരൊക്കെ ഇപ്പൊ എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവരെ മരവിപ്പിക്കുന്ന ഒരു തരം ഇഞ്ചക്ഷൻ ഉണ്ട്, സ്പ്രേ. അത് ഇന്ത്യൻ കളിക്കാർ സ്ഥിതി എന്താ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്താ? സ്വതവേ മരവിച്ചെടുക്കുന്ന തൊലിയൊക്കെ ഞങ്ങൾക്ക് മരവിപ്പിക്കാൻ ഞങ്ങൾ 3-4 പാരസെറ്റമോൾ വയലിക്കിടെ കുറെ പച്ചവെള്ളം. അപ്പൊ പാരസെറ്റമോൾ കുറെ കൊണ്ടുപോകും. പാരസെറ്റമോൾ 80 ചാക്ക് പാരസെറ്റമോൾ ആയിട്ടല്ലേ ഞങ്ങൾ വന്ന് കളിക്കാർ ഓരോ തലയിലും 2 ചാക്ക് പാരസെറ്റമോൾ. അയ്യോ, അല്ല ഞാൻ വേറെ ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ഇത്രയും വലിയൊരു കളിക്കാരനാണല്ലോ, ലീഡറാ? അതെ, ലീഡറാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാനാവത്തെ, അതായത് കുറെ കളികൾ എനിക്ക് അധികം മറക്കൂല, കാരണം അത്രയും പരിക്കുണ്ട് പല ഭാഗത്ത്. അതല്ല, എന്നാലും നിങ്ങൾക്ക് മറക്കാനാത്ത പല സംഭവം പറഞ്ഞാൽ 2 വർഷം മുമ്പ് കോമൺവെൽത്ത് ഗെയിംസിൽ കോമൺവെൽത്ത് അതൊക്കെ ഈ തെറ്റി അതിന്റെ പണിയിൽ ഞാൻ സ്പോർട്സ് ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ആ കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടാണ് എതിരാളി. ഇംഗ്ലണ്ട് ടീം ഫസ്റ്റ് മിനിറ്റ് പെനാൽറ്റി ഞങ്ങൾക്ക് പെനാൽറ്റി. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതാ. കൈകൊണ്ട് പിടിച്ചോണ്ട് കാലോട്ട് എന്തായാലും അടിക്കാൻ പറ്റൂല. അപ്പൊ ആദ്യത്തെ മിനിറ്റിൽ തന്നെ എന്റെ കൂടെയുള്ള കൈയോട്ട് കളിച്ചു കൊടുത്ത് പെനാൽറ്റി. അന്ന് ഞാനാ ഗോളി. നിങ്ങൾ ഗോളി നിൽക്കും? ഞാൻ ക്യാപ്റ്റൻ ആയില്ല, അതിന് വലുതാ ഗോളിക്കല്. എടാ ഞങ്ങൾ എന്താ ഇത്? എടത് ഇന്ത്യയാണ്. ഞങ്ങളെന്ന് പറഞ്ഞ ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ഇന്ത്യ. ഞങ്ങൾ ഈ കളിക്കളത്തിൽ വന്ന ശേഷമാണ് വേക്കിക്കണോ ഒരു ഗോളിക്കണോ തീരുമാനിക്കുന്നത്. അന്നിനോട് ഗോളിക്ക് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരേ ഇന്ത്യ. അല്ലല്ല, ഇതിപ്പോ പെനാൽറ്റിന്റെ അതൊന്ന് വിശദീകരിക്കും. അതൊന്നും പെനാൽറ്റി വന്നോട് കൂടി പിന്നെ പെനാൽറ്റി അടിക്കാൻ കിട്ടിയത് നല്ല ആളാ. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനല്ലേ? ഡേവിഡ് ബെക്കാം. ഇങ്ങനെ ഞാനെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിച്ച് ജനം കംപ്ലീറ്റ് എല്ലാവരും നോക്കി എന്ത് ചെയ്യും എല്ലാവർക്കും അറിയാം ഞാൻ വിടൂല എന്നുള്ളത്. അതോട് കൂടി മൂപ്പർ ഇങ്ങനെ പന്തിന്റെ മോളിൽ കൂടെ ഒന്ന് ചൊയറ്റ് തന്നെ കൊടുങ്കാറ്റടിച്ച ശബ്ദമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? ഒറ്റ നിലവിളി, അയ്യോ ഓടി വരോ, അടിച്ച ഭയ പേടിപ്പിക്കല്ലേ, ഒഴിച്ചേരാ എന്ന് പറയലും പന്ത് പോസ്റ്റിലേക്ക് ഞാൻ നേരെ പോസ്റ്റിന് പുറത്തേക്ക്. അല്ല 2 പന്ത് വീകാണ്ട വിചാരിച്ചു. ആ അടി എന്റെ തലക്കെട്ടി പന്തിന്റെ കൂടെ എന്റെ തലയും പോകും. അന്നാണ് ഇന്ത്യ എതിരില്ലാത്ത 33 ഗോളിൽ പൊരുതി തോറ്റത്. അത് ശരി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഇത്രയും വലിയൊരു ഫുട്ബോളറാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പുതിയ പയ്യന്മാർക്ക്, അതായത് പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾ? ഞാൻ അവരോട് പറയാനുള്ള ഒരേ ഒരു ഉപദേശം, ഒരു ലീഡർ എന്നുള്ള സ്ഥിതിക്ക് ഞാൻ പറയുന്നത്, ആരോഗ്യം ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പോയാൽ മതി. അല്ല, പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം വല്ല കയ്യും കാലും പൊട്ടി വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നോക്കാൻ ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ടാവില്ല. ശ്രദ്ധിച്ച് കളിച്ചാൽ മതി, അല്ലാത്തവൻ വീട്ടിലിരിക്കുക. എനിക്ക് വളരെ സന്തോഷമായി. ഓക്കെ, നമുക്ക് വേറൊരു ക്യാമ്പിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു.
അതെന്താ? നീ വീട്ടിൽ പോവില്ലേ സിസർ കട്ട് അടിച്ചാ പോടാ